ഹലോ ഗൈസ്, NH ഫുഡിസം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് ഞാനുള്ളത് കൊല്ലം ബീച്ചിനടുത്തുള്ള റോട്ടറി അസോസിയേഷൻ്റെ ഒരു ഹാളിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ നമുക്ക് QARLൻ്റെ ഒരു ഹാം ഫെയർ നടക്കുകയുണ്ടായി. ഞായറാഴ്ചയാണ് ഞാനിത് ഷൂട്ട് ചെയ്തത്. നമുക്ക് ബീച്ചിലോട്ട് പോകുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡായിട്ട് കാണാൻ സാധിക്കും. അവിടെ നമ്മുടെ റോട്ടറി ക്ലബിൻ്റെ തന്നെ ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ, അവിടെ ചേർന്ന് ഈ ഒരു പ്രോഗ്രാം നടത്താൻ. നിങ്ങൾക്കറിയാം ഹാം റേഡിയോ എന്താണെന്നും റേഡിയോ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം ഒരു ക്ലബിൻ്റെ തന്നെ ഇയർലി ഉള്ള ഒരു മീറ്റപ്പാണ് ഈ ഒരു ഹാം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഇത് എല്ലാ വർഷവും നടത്തിക്കൊണ്ടുവരുന്നതാണ്. കഴിഞ്ഞ വർഷം ഈ ഒരു ഹാളിൽ തന്നെ ആയിരുന്നു ഈ പരിപാടി നടക്കുന്നത്. വന്ന് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് രജിസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഞാനും ഈ ഒരു രജിസ്ട്രേഷൻ എൻ്റെ ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ ഞാനും അവിടുന്ന് വാങ്ങിയിരുന്നു. അതുപോലെ നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഹാംസിനെ അവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ കേരളത്തിൽ നിന്നും കേരളത്തിന് വെളിയിലുമായിട്ടുള്ള ഒരുപാട് ഹാംസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരുള്ള ഒരു നേരിട്ട് കണ്ട് സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഹാം മീറ്റ് എന്ന് പറയുന്നത്. എല്ലാ വർഷങ്ങളിലും പല കേരളത്തിൻ്റേതായാലും ഇന്ത്യയുടേതായാലും പല ക്ലബ്ബുകൾ ഇത് നടത്താറുണ്ട്. അപ്പം ഇത് കഴിഞ്ഞ വർഷം ഈ ഒരു ഹാളിൽ തന്നെ വെച്ചാണ് നടത്തിയിരുന്നത്. അപ്പോൾ 10 മണിയായിരുന്നു പറഞ്ഞിരുന്നത്. ഞാനൊരു 9:30 ആകുമ്പോൾ എത്തിയപ്പം നമുക്ക് ഹാളിൽ മെയിൻ സ്റ്റേജിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് അകത്തെ ഒരു ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ ചെറിയൊരു ക്ലിപ്പിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാനത് നേരെ വെളിയിൽ വരികയുണ്ടായി. അപ്പം ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവരെല്ലാം നമുക്ക് ഈ ഒരു റേഡിയോയിൽ കേട്ടുള്ളവരെ കോൾ സൈൻ വെച്ച് കേട്ടുള്ള ഒരു പരിചയം കാണത്തുള്ളൂ. നേരിട്ട് വന്ന് കണ്ട് കോൾ സൈൻ കേൾക്കുമ്പോഴായിരിക്കും നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ആൾ ഇതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അകത്ത് സ്റ്റേജിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നു. ആൾക്കാരൊക്കെ പതുക്കെ വന്നിരിക്കുന്നതേ ഉള്ളൂ. ആൾക്കാരൊക്കെ ആയിട്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. എൻ്റെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് ഞാൻ നേരത്തെ അവിടെ എത്തി. ഒരു 9:20 ആയപ്പോഴത്തേക്ക് ഞാനവിടെ എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പം ഒരുപാട് നമുക്ക് ഈ ഒരു ടാഗ് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ടാഗ് നോക്കുമ്പോൾ നമുക്ക് ആളെ പെട്ടെന്ന് ഈ ഒരു കോൾ സൈൻ എന്നുള്ള സംഭവം വെച്ചിട്ട് മനസ്സിലാകത്തുള്ളൂ. ഗൈസ്, QARL എന്ന് പറയുന്നൊരു ക്ലബ്ബാണ്. നമ്മുടെ കൊല്ലത്തിൻ്റെ തന്നെ ഓൺ ക്ലബ്ബാണ് QARL ആണ് നമ്മൾക്ക് ഈ ഒരു ഹാം ഫെയർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗൈസ്, അതുപോലെ തന്നെ നമുക്ക് ഈ സ്പീച്ച് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് നേരം അത് റെക്കോർഡ് ചെയ്തിരുന്നത് പലർക്കും അരോചകമായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ അത് കുറച്ച് ചെറിയ ക്ലിപ്പിംഗ്സ് ആയിട്ട് മാത്രമായിരിക്കും ഇടുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും എല്ലാവരും സഹകരിക്കണം. കാര്യം നമുക്ക് ഒരുപാട് ലോങ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് വീഡിയോയും ലെങ്തായി പോകും. അതുപോലെ തന്നെ കേൾക്കുന്നവർക്ക് അതൊരു അരോചകമായിട്ട് തോന്നും. അതുകൊണ്ട് നമ്മൾ ചെറിയ ക്ലിപ്പിംഗ്സ് ആയിട്ട് മാത്രമായിരിക്കും ഇടുന്നത്.
am Ramesh Kumar, VU2LU, President, Amateur Radio Society of India, who is a special guest of our day to the dais. I also invite Al Sanadi, VU3 SIO from Calicut to the dais. Next is a prayer song. Let's stand up for the prayer. ദൈവമേ സത്യസനാതന ചൈതന്യമേ പുണ്യം വഴിയും നീ കാരുണ്യരശ്മികൾ എന്നെന്നും ഞങ്ങളിൽ തൂകണമേ. പുല്ലിലും പൂവിലും കല്ലിലും കാവിലും മണ്ണിലും വിണ്ണിലും നിന്റെ വാസം എല്ലാം അദൂര പ്രകാശമുണ്ടാവക സ്വർലോകവശ്യമാമന്ദഹാസം സ്വർലോകവശ്യമാമന്ദഹാസം. വെൽക്കം സ്പീച്ച്. Distinguished personalities on the dais and off the dais. Namaskaram, Namaskar, Vanakkam, hello and good morning to everyone and all. It's a matter of joy to see everyone here under this roof today for celebrating the Ham Fair 2024. Dr. Jaykumar has come. Sir, please. My name is Renju Shashidharan. I am a chartered accountant by profession. Nowhere in my syllabus or curriculum that I have learned the basics of electronics or science. After my 10th, I have no touch with electronics or science. But still I am standing before you as the treasurer of Quailon Amateur Radio League. What is the reason? It's nothing but interest and passion for the subject, for ham radio, and nothing more or less. I am absolutely positive and sure that this is exactly the reason why people from different arenas and people from different walks of life have gathered here today to celebrate this event under this roof, out of passion and interest. In the band, I am really honored to stand before here and welcome all of you. On the chair today, we have old man Sudha Radhakrishnan, as I rightly pointed out. VU2 SXC, as is popularly known in the ham group, is an electronics engineer, and above everything, he is the president of Quailon Amateur Radio League. He is chairing. Thank you, ma'am. And was born at Dilipura. She is the present secretary and subject of the district legal that he is senior neurologist by profession. He is practicing with the Upasana Hospital and the VP in Baroda with a gold medal, and also did his doctorate in medicine from the prestigious Dilipura Institute of Science and Technology. He has earned several prestigious awards. To name a few, like the National IMA MG Lifetime Achievement Award in 2016. OM Sanidhi, VU3 SIO. Needs no introduction. He is from Calicut and he never misses. Maybe a few words. He never misses. He never misses any program.
The idea of our secretary, Rajesh, to have the chief guest from someone from the judiciary. And we are actually very proud to have you, madam, the first chief guest from the judiciary side for any event that Program Mr. Reddy has conducted. And more importantly, she is also the first woman chief guest of QAR in the history of QAR. And we are on behalf of Matthew Bundy PhD, requesting Dr. Jacoban to hand over the perform. Next is we have 2 life members. So I request the life members also to please come to the dais and collect their certificate. One is OM Subhash Karnangan, EU3 MPZY. Please come to the dais. Requesting Boardman Ramesh to kindly hand over the life number. Okay, I request Ranjit, our treasurer, to kindly come to the stage. Next, we are moving to the felicitations. ഇവിടെ ഈ നമ്മുടെ നടത്താറുണ്ടായിരുന്നൊക്കെ നമ്മൾ അവിടെ നിന്നുള്ള പങ്കെടുക്കുന്ന വളരെ ഓർഗനൈസുണ്ട് നമ്മുടെ I am ready to my unit final goes to this and I think it is an operation where most of the new farmers are someone like a person having an age lower than 22 years and with a very childish voice. But when I see him, the thing is, and I am Bilku Jevoyan. My handle is John, same as my call sign. I come from Thrissur.
Good afternoon to all. My name is, my call sign is VU2 EKU, VU2 Airport Kilo Uniform. And my name is Venkataraman. I am from Guntur, Andhra Pradesh. I am very happy to be part of the who is attending with me VU2 EJD. Please. Hands, OMs and YLs. Most of the hands have said many things about Quran. Good morning to all. Ladies and gentlemen, service for our hands. அனைவருக்கும் வணக்கம். எனது பெயர் முருகன். ஆசிரியர் வீட்டிலே பாப்பா சீரா மாஸ்டர். அதாவது நான் போன கிளப்புகளிலேயே நல்ல முறையில் நடத்துகிற வருடம் நடக்கிற கிளப்பு 1-2 கிளப்பு தான் நான் பார்த்துருக்கிறேன். நான் குறைஞ்சது 97 இருந்து என்னால் முடிஞ்சபடி எல்லா ஃபேமிலிக்கும் போவேன், எல்லா கிளப்புக்கும் போவேன். அதில் ஃபஸ்ட்டாக இருக்கிறது கொல்லம், 2வது இருக்கிறது மகாபலிபுரம், அதான் மெட்ராஸ் கிளப்பு. இந்த 2 கிளப்பும் நடக்கிறது ரொம்ப நல்லா நடக்கும். ஆனால் இதுலையாவது டெலிகேட் வேங்கி நடத்துகிறாங்க, அவங்க டெலிகேஷன் ஃபீஸை வாங்காமல் நடத்துவாங்க மெட்ராஸ் கிளப்பு. அதில் அவங்க மெட்ராஸ் கிளப்பை நம்ம ரொம்ப பாராட்டணும். ஏன்னா அவங்களே உறுப்பினர்களே போட்டு உறுப்பினர்களே நடத்துவாங்க. ஏன்னா அந்த கிளப்பை யாரும் நம்ம பாராட்டுறதில்லை. அப்படி ஒரு கிளப்பு நடக்குன்னா மகாபலிபுரத்தில் எப்படி இல்லை யோகியை போய் நடத்துகிறாங்களோ அது மாதிரி அவங்களும் நடத்துகிறாங்க. இந்த மாதிரி நிறைய கிளப்புக்கு போனது மீட்டிங்கில் போனாலும் இதுதான் நல்லா இருக்குதா என்னுடைய அறிவிக்கப்படி நான் உங்களுக்கு தெரிவிக்கிறேன். எல்லா கிளப்புக்கும் நாமளும் போவோம். Good morning has changed to good afternoon. Good afternoon on all present here. I think all are on a standing mode. Everybody is hungry either to go for the exhibition or for the food area. I take this opportunity to thank our president for taking the much initiative steps to bring this program to a grand success. I think there were around 160 plus delegates today. And I thank my joint secretaries. I thank all the executive committee members who made a collective effort to bring all these delegates for this inaugural event. And not the least, I take my much gratitude. I deliver my much gratitude to all our elect delegates who have come here to make this function a grand success. ഇപ്പോൾ ഇവിടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ സാധനങ്ങൾ വാങ്ങിക്കണം, അതായത് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ പല പല ആക്സസറീസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് സ്റ്റോളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഫുഡിങ്ങും താഴെ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പം ഫുഡ് കഴിച്ചിട്ടായിരുന്നു പിന്നീട് ഞങ്ങൾ മേലോട്ട് വന്ന് ഇതൊക്കെ നോക്കിയത്. കുറച്ച് റഷ് ഉണ്ടായതുകൊണ്ട് നമ്മൾ കൂടുതൽ നേരം നോക്കുന്നത് നിലവിൽ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അത് ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്തില്ല. ഗൈസ്, അതിന് ശേഷം അവർ ഓർഗനൈസ് ചെയ്ത മറ്റൊരു ചെറിയൊരു പ്രോഗ്രാമുണ്ട്. നമ്മൾ ഈ ഫസ്റ്റ് എയ്ഡ് സംഭവം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് ഒരാൾ കൊളാപ്സായി വീണ് കഴിഞ്ഞാൽ എങ്ങനെയാണ് CPR കൊടുക്കേണ്ടതെന്നും അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ളതൊക്കെയുള്ള ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിലൂടെ പറഞ്ഞു തന്നത്. അപ്പം അത് കുറച്ച് നേരം ഞാനിത് കേൾക്കുകയുണ്ട്. നമുക്ക് അത് എപ്പോഴും ലൈഫിൽ ഉപകാരപ്പെടുന്നൊരു സംഭവമായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു കാര്യമാണ് അവർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ട്രെയിനിങ് കാര്യം ഇത് ഉപാസന ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു സ്റ്റാഫുകളാണ് അത് ഈ ഒരു ഡെമോയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പം നമ്മളത് കുറച്ച് നേരം അത് അവിടെ നിന്ന് കണ്ടു. അപ്പം ബാക്കി വന്ന ആൾക്കാരൊക്കെ പതുക്കെ ഫുഡ് കഴിക്കാനും എക്സിബിഷനും അതായത് നമുക്ക് ആക്സസറീസും ഒക്കെ വാങ്ങിക്കാനായിട്ട് മുകളിലോട്ട് കയറി പോവുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം നമ്മളും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് ആ ഒരു പ്രോഗ്രാം തീരുന്നതിന് വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു CPR പറ്റിയും ഫസ്റ്റ് എയ്ഡിനെ പറ്റിയൊക്കെ
പറഞ്ഞത്. മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതോടുകൂടി ഫംഗ്ഷൻ അവസാനിക്കുകയാണ്. അപ്പം അതൊക്കെയാണ് ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഹാം ഫെയറിനെ പറ്റിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറ്റിയും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനും അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഹാം ഫെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. അപ്പം ഈ വർഷത്തെ കൊല്ലം ഹാം ഫെയറിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. എങ്ങനെയൊക്കെ ഷോർട്ടാക്കാൻ നോക്കിയിട്ടും ഒരു 20-22 മിനിറ്റിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അപ്പം പലരുടെയും സ്പീച്ച് ഞാൻ മൊത്തം എടുത്തിട്ടില്ല. കാര്യം ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. പിന്നെ 1-2 ഫോൺ കോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പലരും സംസാരിക്കുമ്പോൾ ഫോൺ കട്ടായി പോയി. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. അതാണ് അതിൻ്റെ കണക്ക്. 30 കംപ്രഷൻ നമ്മൾ കൗണ്ട് ചെയ്ത് 30 കംപ്രഷൻ കൊടുക്കുന്നു. അടുത്ത നമ്മൾ തന്നെ 2 റിസ്ക് ബ്രീത്ത് കൊടുക്കുന്നു. ബ്രീത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ ഫീഷർ വന്നോ അതായത് ഫിക്സോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് കിടക്കുമായിരിക്കും. ചിലപ്പോൾ എയർവേയിൽ മുഴുവൻ സെക്യൂരിഷൻ ആയിരിക്കും മനുഷ്യനില്ല. അതായത് എന്തെങ്കിലും ഈ തബോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് Thank you.